നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബ ജ്വല്ലറിക്കൊപ്പം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. ഗുരുതര ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെയും മലപ്പുറം മുൻ SP സുജിത് ദാസിനെയും ജനകീയ അറസ്റ്റിന് വിധേയമാക്കി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ്. കുറ്റവാളികളായവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ADGP MR അജിത് കുമാറിൻ്റെയും മലപ്പുറം മുൻ SP സുജിത് ദാസിൻ്റെയും മുഖംമൂടി ധരിച്ചവരെ കയ്യാമം വെച്ച പ്രകടനമായി പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പ്രവർത്തകരെ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും അരങ്ങേറി. കയ്യാമം വെച്ച് പരപ്പനങ്ങാടി ടൗണിലൂടെ പരപ്പനങ്ങാടി CIക്ക് പ്രതികളെ കൈമാറി. താനൂർ DYSP VV ബെന്നിയെ അറസ്റ്റിന് ശ്രമിച്ചെങ്കിലും പ്രതി മുങ്ങിയതിനാൽ നടന്നില്ലെന്ന് പ്രതിഷേധ മാർച്ചിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. അജിത് കുമാറിന് മാത്രമേ കിട്ടിയുള്ളൂ. VV ബെന്നിയെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ അദ്ദേഹം ഒളിവിൽ പോയതാണ്. ഒളിവിൽ പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഞങ്ങൾ ജനകീയ അറസ്റ്റ്. അത് മാത്രമല്ല, ഈ പോലീസ് പൂർണ്ണമായും RSS വൽക്കരിച്ച രൂപത്തിലാണ്. നമ്മുടെ അടുത്ത് കൊടിഞ്ഞി പ്രദേശത്ത് നടന്ന ഫൈസൽ വധക്കേസിനെ കുറിച്ച് പരിപാടി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. CPM ലോബി മുത്തുകളിച്ചാണ് കേരളത്തിലെ കുട്ടിച്ചോറാക്കുന്നത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ട്. മലപ്പുറത്തിന് പ്രത്യേക നിയമം, മലപ്പുറത്ത് പ്രത്യേക നീതി, മലപ്പുറത്ത് പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു SP ആണ് സുജിത് ദാസ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ സ്പെഷ്യൽ ഡ്രൈവ് കേരളത്തിലെ 14 ജില്ലകളിലെയും ഒരു പോലീസ് സ്റ്റേഷനിലും നടപ്പിലാക്കുന്നില്ല. പക്ഷേ മലപ്പുറത്ത് മാത്രമാണ് സ്പെഷ്യൽ ഡ്രൈവ് ഉള്ളത്.
അതുപോലെ കോമ്പി എന്ന് പറയുന്ന വേറെ സംവിധാനമുണ്ട്. അതും മറ്റു ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകൾ, അത് മലപ്പുറത്ത് മാത്രമാണുള്ളത്. ഇവിടെ ഡാൻസ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി കേസുകൾ നിർമ്മിക്കപ്പെടുന്നത് മലപ്പുറത്ത് മാത്രമാണ്. അത് മാത്രമാണ് കാപ്പാസൽ എന്ന് പറയുന്ന ഒരു സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അത് മറ്റു ജില്ലകളിലില്ല. മലപ്പുറത്ത് SP യുടെ നേതൃത്വത്തിൽ കാപ്പാസൽ രൂപീകരിച്ചുകൊണ്ട് 1,000-ലധികം കേസിലകപ്പെട്ട പ്രതികളുടെ ലിസ്റ്റ് ആ കാപ്പാസലിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു. ഇവിടുത്തെ ലോക്കൽ പോലീസിലേക്ക് അയച്ചു കൊടുത്തു. ആ പ്രതിയെ പൊക്കിക്കൊണ്ട് അവരെ കാപ്പ ചുമത്തി നാട് കടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. എന്താണ് കാപ്പ എന്ന് പറയുന്നത്? 2 കേസുകൾ നിലവിലെടുത്ത് 7 വർഷം ശിക്ഷിക്കാൻ വിധേയമാവുന്ന 2 കേസ് നിലവിലെടുത്ത് 1 കേസും കൂടി അധികം വന്നാൽ അവൻ കാപ്പയുടെ ലിസ്റ്റിൽപ്പെടും. മണൽ കേസ് കാപ്പയുടെ ലിസ്റ്റിൽപ്പെടും. ഈ പരപ്പനങ്ങാടിയിൽ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ റൌഫ് എന്ന് പറയുന്ന, മുജീബ് എന്ന് പറയുന്ന 2 സഹപ്രവർത്തകന്മാരെ നിങ്ങൾ കാപ്പ ചുമത്തി ഇവിടുന്ന് നാട് കടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കണക്ക് ചോദിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് കാപ്പ കേസ്? കേരളത്തിലെ കാപ്പ കേസിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാപ്പ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് കാപ്പ കേസ് ഉള്ളത്? തിരൂരാണ്. തിരൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ കാപ്പ കേസ് ചുമത്തിക്കൊണ്ട് ആളുകളെ ഇവിടെ നിന്ന് നാട് കടത്തിയിട്ടുള്ളത്. അത് മാത്രമാണോ? മറ്റുള്ള ജില്ലകളിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ഇന്നലെ മീഡിയ ഔണിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സ്ത്രീ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വ്യാജമായ എന്ന രീതിയിൽ MDM പിടിക്കപ്പെട്ടു. അവർ നിഷേധിക്കുന്നുണ്ട്. ഞങ്ങൾ MDM പിടിക്കുന്നതിനല്ല, നിങ്ങൾ റെയ്ഡ് നടത്തണം, പിടിക്കപ്പെടണം. കഞ്ചാവ് പിടിക്കണം, റെയ്ഡ് നടത്തുമ്പോൾ നിങ്ങളെ കൂടെ യൂത്തിലേക്കുണ്ടാവും, ന്യായമായിരിക്കണം. പക്ഷേ ഗൂഡല്ലൂരിൽ നിന്ന് പിടിക്കപ്പെട്ട MDM അതിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ പോലീസ് സ്റ്റേഷനിൽ. ഗൂഡല്ലൂരിൽ നിന്ന് പിടിക്കപ്പെട്ട MDM രജിസ്റ്റർ ചെയ്യുന്നത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ തിരൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മലപ്പുറത്ത് കേസിന്റെ എണ്ണം കൂടും. ഇവിടെ MDM കേന്ദ്രമാവും. സുപരിചിതമായി എല്ലാവർക്കും MDMമായി മാറും. അതുകൊണ്ട് അത്തരത്തിലൊരു ചീത്തപ്പേർ ജില്ലയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗൂഡല്ലൂരിൽ പിടിച്ച MDM തിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു. അത് മാത്രമാണോ? ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന കഞ്ചാവ് 250 കിലോ കഞ്ചാവ്, അത് തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കഞ്ചാവ് പിടിച്ചിട്ട് തിരൂർ ചമ്പ്രവട്ടം പാലത്തിന്റെ അടിയിൽ പിടിച്ച് എന്ന് രേഖയുണ്ടാക്കി അതും തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതും മലപ്പുറത്തിന്റെ തലയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തൊട്ടപ്പുറത്തെ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള കഞ്ചാവും മയക്കുമെന്ന് പിടിക്കപ്പെട്ട് അത് മലപ്പുറം ജില്ലയുടെ അക്കൗണ്ടിലാക്കി ഇവിടുത്തെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ ഈ മലപ്പുറം ജില്ലയിൽ സുജിദാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UA റസാഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. AK മുസ്തഫ, P അലി അക്ബർ, നവാസ് ചേരമംഗലം, PP ഷാഹുൽ ഹമീദ്, ഉസ്മാൻ കാച്ചടി, മുസ്തഫ കളത്തിങ്ങൽ, ആസിഫ് പാട്ടശ്ശേരി, അയൂബ് തലാപ്പിൽ, അസ്കർ ഊപ്പാട്ടിൽ, PM സാലിം, KP അബ്ദുൽ ഗഫൂർ, VA കബീർ, KP നൌഷാദ്, CH അബൂബക്കർ സിദ്ദീഖ്, KK റഹീം, KV സലാഹുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.